Watch full episodes on Jio Hotstar. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ ഉണ്ടാക്കിയ ഈ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, ഇത് ശത്രുവിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ബുദ്ധി ചെയ്യുന്ന പ്ലാൻ ഒക്കെ 3D ഇമേജിൽ പുറത്തെത്തും. അതെ, അതിനുശേഷം അവൻ എന്ത് ചെയ്യുന്നു, എന്ത് വിചാരിക്കുന്നു എല്ലാം നമുക്ക് അറിയാൻ കഴിയും. കൊള്ളാം വലിയേട്ടാ കൊള്ളാം. ഞാൻ ഇത് കൊണ്ടുപോയി വേഗത്തിൽ ജോണിന് കൊടുക്കട്ടെ. അങ്ങനെയാകുമ്പോ അവൻ കൊള്ളയടിച്ച സാധനങ്ങൾ മുഴുവനും പുറത്തേക്ക് വരുമല്ലോ. കൊടുക്ക്. ഞാൻ എന്താ പോത്താണോ? അവർ തരുന്നതൊക്കെ കഴിക്കാൻ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. മോട്ടു പത്ലു, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്ക്. ഇപ്പൊ ഇത് റെഡി ആയി കഴിഞ്ഞു. വരൂ, എല്ലാവർക്കും പോയി നോക്ക്. അവിടെയുണ്ട്. എന്റെ അടുത്ത് വാ. കൊടുക്ക് മോട്ടു, ഇപ്പൊ ക്യാപ്സൂലിനെ കൊടുക്ക്. നീ എങ്ങനെ കൊടുക്കുന്നു ഞാൻ നോക്കട്ടെ. ബോസ്, ക്യാപ്സൂൾ ആദ്യമേ തന്നെ നിങ്ങളുടെ വയറ്റിൽ പോയല്ലോ. അകത്തേക്ക് പോയാ വേഗം പുറത്തെടുക്ക്. അത് വേഗം പുറത്തെടുക്കടാ. എങ്ങനെയെങ്കിലും അത് പുറത്തെടുക്കടാ. ഇപ്പൊ ഈ ക്യാപ്സൂളിനെ ഞാൻ മോട്ടുവിന് അറിയാതെ കൊടുക്കാൻ പോവുകയാണ്. പറഞ്ഞോളൂ. കേൾക്കൂ സാർ, ഞങ്ങൾ പോളിയോ ഡ്രോപ്സ് കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഇതിൽ 2 ഡ്രോപ്സ് മതി, പിന്നെ ഒരു പ്രശ്നവും വരില്ല. സോറി വലിയേട്ടാ, ഈ വീട്ടില് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് കുട്ടികൾക്കുള്ളതല്ല, വലിയവർക്കുള്ളതാണ്. ഇത് അഡൾട്ട് പോളിയോ. നിങ്ങൾ ജസ്റ്റ് വായ തുറന്നാൽ മതി. പക്ഷേ ഇതൊരു ക്യാപ്സ്യൂൾ ആണല്ലോ. നിങ്ങൾ വലിയ ആളല്ലേ, അത് കാരണം ക്യാപ്സ്യൂൾ ആയിട്ട് റെഡിയാക്കിയിരിക്കാണ്. ഇനി നിങ്ങൾ ജീവിതകാലം മൊത്തം ആരോഗ്യവാനായിരിക്കും. താങ്ക് യു വലിയേട്ടാ, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത് കേട്ടോ. അതെ, ബൈ ഡോക്ടർ, താങ്ക് യു. പത്ലു, നിനക്കാരെങ്കിലും അഡൽട്ട് പോളിയോ തന്നിരുന്നോ? എനിക്കിപ്പോഴാ പോയ ഡോക്ടറും ടീമും തന്നിട്ട് പോയത്. എന്റെ മോട്ടു പോളിയോ ഡ്രോപ്പ് കുട്ടികൾക്കുള്ളതാണ്. വേഗം പോയി നോക്ക് ആ ഡോക്ടർ ആരാണെന്ന്. എങ്ങോട്ടാ പോയത്? ഗസിറ്റ, അവരൊക്കെ മോട്ടിനെ കുറിച്ച് എന്താ പറയുന്നറിയോ? വിഡീന്ന്. അവര് പറയുന്നത് ഞാൻ കേട്ടതാ. ആ ജഡ്ക എന്താ പറഞ്ഞെന്നറിയോ? മോട്ടുവിനെ പോലെ ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരുത്തനെ അയാളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ദിവസം മുഴുവൻ വലിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. ഗസിറ്ററാം എന്താ പറയുന്നറിയോ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇതുപോലൊരു ബുദ്ധിയില്ലാത്ത കഴുതെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന്. ഇവരുടെയൊക്കെ ഒരു കാര്യം. മോട്ടു, നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കോ? അത് ശരിയല്ലല്ലോ മോട്ടു. ഒളിച്ചു നിന്ന് കേൾക്കുന്നത് ഒട്ടും ശരിയല്ല. ആ ചിങ്കു എന്താന്ന് പറയുന്നറിയോ? ആ മോട്ടുവിനെ ഞാൻ ഉടനെ തന്നെ ജയിലിലാക്കും. പിന്നെ ഒരിക്കലും അവനെ പുറത്തേക്ക് വിടില്ല എന്ന്. എപ്പ നോക്കിയാലും മോട്ടു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ. പിന്നെ ആ പത്ലു എന്താ പറയുന്നറിയോ? മോട്ടുവിന് ഒട്ടും ബുദ്ധിയില്ലാന്ന്. അവനത്രേ പുതിയ ഐഡിയ കൊടുക്കുന്നത്. അവനില്ലെങ്കിൽ മോട്ടുവിന്റെ കാര്യം കട്ട പുകയാന്ന്. പിന്നെ നമ്മുടെ ബോക്സർ ചേട്ടൻ എന്താണ് വിചാരിക്കുന്നറിയോ? മോട്ടുവിനെ അയാളുടെ ബോക്സിംഗ് ബാഗിനുള്ളിൽ ഫിറ്റ് ചെയ്ത് ഇന്നാ പിടി എന്നും പറഞ്ഞോണ്ട് ഇതുപോലെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ശത്രുക്കളുടെ ആവശ്യം എന്തിരിക്കുന്നു? ഇവരൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നതല്ലേ? വായോ മോട്ടു വായോ, എവിടായിരുന്നു ഇത്രയും കാലം? ഞങ്ങൾ എല്ലാവരും നിന്നെയും കാത്തോണ്ടിരിക്കുക. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ ജീവിതത്തിൽ വെച്ച് നിന്നെ പോലെ ഒരു ഉപകാരമില്ലാത്തവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തിനു വെച്ചാലും എന്ത് കാര്യത്തിനും ചേട്ടാ എന്ന് പറഞ്ഞു വന്നേക്കൂ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഈ മോട്ടുവിനെ പോലെ ഒരു വിഡ്ഢിയായ മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മോ, എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ മോട്ടുവിനെ ഞാൻ എന്നേക്കും ജയിലിൽ ഇട്ടേനെ. പുറത്തേക്ക് ഞാൻ വിടില്ല. ഈ മോട്ടു എപ്പോ വന്നാലും ഓരോ പ്രശ്നം കെട്ടിയെടുത്തോണ്ട് വരും. ഈ
പത്ലുവിന്റെ ഐഡിയ ഇല്ലായിരുന്നെങ്കിലേ ഈ മോട്ടുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ആ എന്റെ അമ്മോ മോട്ടു, താൻ എന്തിനാണോ അങ്ങനെ ഹൂ ഹൂ എന്ന് ശബ്ദമുണ്ടാക്കുന്നത്? അതേ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ. എന്താ ആലോചിക്കുന്നത്? ഞാൻ എന്താ ആലോചിച്ചെന്ന് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇട്ട് കാണിച്ചേന്. കണ്ടുപിടുത്തോന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ലോകത്തിലെ വലിയ സയന്റിസ്റ്റ് ആണെന്നാണ് നിന്റെ വിചാരം അല്ലേ? പറയടാ. ചേടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ ഉണ്ടാക്കിയ ക്യാപ്സ്യൂൾ നീ കഴിച്ചോ? അതുകൊണ്ടാണ് നീ ബുദ്ധിയിൽ വിചാരിക്കുന്നതൊക്കെ എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നീ എന്താ വിചാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊളിച്ചെടുത്തല്ല മോട്ടോ, നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? ജീവിതകാലം മുഴുവൻ നിന്നെ ഞാൻ പുറത്തു വിടില്ലടാ. ജയിലിൽ പിടിച്ചിട്ട് നിന്റെ ജീവിതം മുഴുവനും ഞാൻ അതിൽ തീർക്കും. കണ്ടോ? എന്റെ അമ്മോ, ഞാൻ മോട്ടോട് എന്ത് ദ്രോഹാണ് ചെയ്തത്? അവൻ എന്തിനാ ജയിലിടണം എന്ന് ആഗ്രഹിക്കുന്നത്? ഐഡിയ 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 ഐഡിയ. നീ ഒരുപാട് ഐഡിയ തരുന്നവനല്ലേ? എന്റെ മോട്ടു, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ ബുദ്ധിക്ക് വല്ലതും സംഭവിച്ചോ? നീ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആലോചിക്കാണ്ടിരിക്കുന്നത്? എനിക്ക് നല്ലോണം മനസ്സിലായി നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ പോവാണ്. നിങ്ങളാരും എന്റെ കൂട്ടുകാരല്ല. ചേടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ മോട്ടുവിന് ഇത് എന്താ സംഭവിച്ചത്? അവൻ ഇതിനാണ് ഇപ്പോൾ ആവശ്യമില്ലാതെ നമ്മളെ കുറിച്ച് എന്തൊക്കെയോ വിചാരിക്കുന്നത്. അതുമാത്രമല്ലാതെ അവൻ ഇപ്പോൾ ഒറ്റയ്ക്ക് കരഞ്ഞോണ്ട് പോകുന്നത് കണ്ടില്ലേ? എനിക്കത് കണ്ടാൽ കരച്ചിൽ വരുന്നു. അവനെ നമ്മൾ എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷേ ഇപ്പോ ഈ ബോക്സറും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. മോട്ടു, നീ എന്താ ഈ ആലോചിച്ചോണ്ട് വരുന്നത്? ഞാൻ ഓർത്തിരിക്കുന്നത് നിനക്ക് കാണിച്ചു തരാൻ പറ്റിയാലുണ്ടല്ലോ, നീ പിന്നെ എന്റെ മുമ്പിൽ നിൽക്കില്ല. അത് ശരി, അപ്പൊ എന്റെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? ഇല്ല ഇല്ല ബോക്സർ ചേട്ടാ, ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. അതൊക്കെ തെറ്റല്ലേ? അല്ല അല്ല, വാ, വീട്ടിനകത്ത് പോയിരുന്ന് സംസാരിക്കാം. വാ, വേഗം വാ. വേണ്ട വേണ്ട, ബോക്സർ ചേട്ടാ. എല്ലാവരും ഒന്ന് കരച്ചാൽ നിർത്തുന്നുണ്ടോ? ഇങ്ങനെ കരഞ്ഞ് ബക്കറ്റ് നിറച്ചിട്ട് ഒരു കാര്യമില്ല. മോട്ടുവിന്റെ അടുത്ത് പോയി നേരിട്ട് ചോദിക്കാം. നീ ഞങ്ങളെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നേന്ന്. വരൂ. എന്റെ അമ്മ മോട്ടു, നീ എന്തിനാ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? നമ്മളൊക്കെ കൂട്ടുകാരല്ലേ, ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്കൊരു കൂട്ടുകാരുമില്ല. എനിക്കൊക്കെ മനസ്സിലായി. അല്ല മോട്ടു, നിനക്ക് എന്താ മനസ്സിലായത്? അതായത് നിങ്ങളൊക്കെ എന്നെ കുറിച്ച് ഓ, അപ്പൊ അതാണോ കാര്യം? അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നീ ഞങ്ങളോട് പറ, ആ ഗ്രാമത്തിലുള്ളവർ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്രമല്ല, അവരെന്തൊക്കെയാ നിന്നോട് സംസാരിച്ചെന്ന് ഓർമ്മയുണ്ടോ? അവരുടെ വസ്ത്രവും താടിയും മീശയൊക്കെ നീ ശ്രദ്ധിച്ചിരുന്നോ? അതെ പത്തിലും അത് നമ്പർ 1 നമ്പർ 2 പോലെ ഉണ്ടല്ലോ. അതെ, തോന്നലല്ല മോട്ടു, അത് നമ്പർ 1ഉം നമ്പർ 2ഉം തന്നെയാണ്. ഇത് മുഴുവനും ജോണിന്റെ പണിയാണ്. അവൻ ഡോക്ടറാണെന്ന് പറഞ്ഞ് ഡോക്ടർ ജഡ്കിയുടെ ക്യാപ്സ്യൂൾ എടുത്ത് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിന്റെ ബുദ്ധി ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. ഞാൻ ആ ജോണിനെ വെറുതെ വിടില്ല. അവൻ എന്നോട് തന്നെ കളിക്കാൻ തുടങ്ങിയല്ലേ? പത്തിലു, വേഗം എന്തെങ്കിലും ഐഡിയ തരൂ. ഐഡിയ? ഓക്കെ മോട്ടു, കേൾക്ക്. മോട്ടു, നീ ഇങ്ങോട്ട് എന്തിനാണ് വന്നത്? അതെ ജോൺ, നീ കള്ളനാണ്, കൊള്ളക്കാരനാണ്, വൃത്തികെട്ടവനാണ്. എന്തു തന്നെയായാലും അത് മുഖത്ത് നോക്കി പറയുന്നവനാണ്. ഞാൻ ഈ ഫുർഫുറി നഗരം വിട്ടു പോവുകയാണ്. പക്ഷെ പോകുന്നതിന് മുൻപ് എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. പറയൂ മോട്ടു, പറയൂ പ്ലീസ്. എന്റെ കൂട്ടുകാരാ, എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. തരുവോ? ഞാൻ ആ കാശ് കമൽപൂരിൽ എന്റെ ഒരു കൂട്ടുകാരന്റെ കയ്യിൽ നിനക്ക് തന്നു വിട്ടേക്കാം. അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്ക് കുറച്ച് കാശ് തരുവോ നീ? എനിക്ക് ഈ നഗരം വിട്ടു പോകണം. എന്നേക്കുമായി ഇവിടം വിട്ടു പോകണം.
തരാം മോട്ടു, ഞാൻ തരില്ലേ? തീർച്ചയായിട്ടും തരാം. പക്ഷെ നീ എന്റെ ചരക്കൊക്കെ വിറ്റ് തരണം. അതിനുശേഷം നിനക്ക് ഞാൻ കുറെ പൈസ തരാം. പിന്നെ നീ ചിരിച്ച് സന്തോഷമായിട്ട് ഇവിടം വിട്ട് പോകാം. ഓക്കെ ജോൺ, ഓക്കെ. നീ ആദ്യം സാധനം കൊണ്ടുപോവാ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. അത്ര തന്നെ, എന്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എങ്ങനെയെങ്കിലും വിറ്റ് താ. ചിങ്കം സാറേ, വേഗം വരൂ. എന്താ മോട്ടു, നീ എന്താ ചെയ്യുന്നത്? എന്നെ കൊണ്ട് ക്യാപ്സ്യൂള് കഴിപ്പിച്ചില്ലേ, അതിന്റെ ഫലമാടാ ഇത്. പോയി ജയിലിൽ കിടക്കടാ. ഇത് ചീറ്റിംഗ് മോട്ടു. ചീറ്റിംഗ് ചെയ്യേണ്ടത് എന്റെ ജോലിയാണ്. എന്തെന്ന് വെച്ചാൽ ഞാനാണ് കള്ളൻ. ബാക്കി നമുക്ക് ജയിലിൽ പോയി സംസാരിക്കാം ജോൺ. യു ആർ അണ്ടർ അറസ്റ്റ്. ചേട്ടാ എന്റെ ചങ്കേ, എന്റെ ബ്രോ, മോട്ടുവിന്റെ വയറ്റിലുള്ള ക്യാപ്സ്യൂൾ ആരെങ്കിലും പുറത്തെടുക്കൂ. ക്യാപ്സൂൾ ഞാൻ പുറത്തേക്ക് എടുത്തു തരാം. ഇല്ല, ഇതൊക്കെ തെറ്റായ മെസ്സേജ്. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കൂ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.